കോപ്പ അമേരിക്കയിൽ രണ്ടാം ജയവുമായി അർജന്റീന ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു. ഇന്ന് ചിലിക്കെതിരെ ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിനിറങ്ങിയ അർജന്റീന എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് വിജയിച്ചത്. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ച അർജന്റീനയ്ക്ക് ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. മെസ്സിയുടെ ഒരു ലോങ് ഗ്രൗണ്ടർ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. ചിലി ആദ്യ പകുതിയിൽ ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും മുതിർത്തില്ല. രണ്ടാം പകുതിയിൽ 70 മിനിറ്റിന് ശേഷമാണ് ചിലിയുടെ ആദ്യ ഗോൾ ശ്രമം വരുന്നത്. തുടരെ ചിലി 2-3 തവണ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് പിടിപ്പത് പണിയായി. ഗോൾ കണ്ടെത്താനാവാതെ പറഞ്ഞ അർജന്റീന മുന്നേറ്റത്തിൽ സ്കലോണി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഡിമരിയയും ലൗറ്റാറോ മാർട്ടിനസും കളത്തിലെത്തി. തുടർന്ന് മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ ലൗറ്റാറോ മാർട്ടിനസിലൂടെ അർജന്റീന ലീഡെടുത്തു. ലയണൽ മെസ്സി എടുത്ത കോർണറിൽ നിന്നായിരുന്നു ലൗറ്റാറോ മാർട്ടിനസിന്റെ ഗോൾ. പിന്നാലെ വീണ്ടും ഒരു അവസരം ഡിമരിയ ലൗറ്റാറോയ്ക്ക് ഒരുക്കി കൊടുത്തെങ്കിലും ലൗറ്റാറോയുടെ ഗോൾ ശ്രമം ബ്രാവോ രക്ഷപ്പെടുത്തി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 62% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് അർജന്റീനയാണ്. 22 ഷോട്ടുകളാണ് അർജന്റീന മത്സരത്തിൽ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്, 552 പാസുകൾ, 87% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. 3 ഷോട്ടുകളാണ് ചിലി തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് അർജന്റീന. 2 മത്സരങ്ങളിൽ നിന്ന് ചിലിക്ക് 1 പോയിന്റ് മാത്രമാണുള്ളത്. പെറുവിനെ തോൽപ്പിച്ച് കാനഡ 3 പോയിന്റുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗ്രൂപ്പിൽ അർജന്റീനയ്ക്ക് ഇനി പെറുവിനെയാണ് നേരിടാനുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.